ഡാ എന്നാ പറ്റിയേ? ആ നിങ്ങളാ? എന്നാ പറ്റിയേ? ഇരിക്കി. എടാ നിനക്കെന്തോ വലിയ ഇഞ്ചുറി ആയി എന്ന് പറഞ്ഞ. അത് ചെറിയൊരു മെനിസ്കസ് ഇഞ്ചുറി ആണ്. ചെറിയ മെനിസ്കസ് ഇഞ്ചുറി. നീ വന്നേ അമേരിക്കയിലേക്ക്. അവിടെ നല്ല ഹോസ്പിറ്റലും ഡോക്ടർമാരിലുണ്ട്. നിങ്ങള് പറയുന്നതൊക്കെ ചങ്ങായി സീനൊന്നുമില്ല. നിന്റെ ഇഞ്ചുറിനോടുള്ള പ്രണയം കുറച്ച് കൂടുന്നുണ്ട്. എടാ കളിക്കണ്ടേ നിനക്ക്? എടോ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ കളിക്കുന്നുണ്ട്. ഇന്നലെ ഒരു ഹാട്രിക് അടിച്ച്. എടാ പെസ്സില നിന്റെ പുതിയ കാർഡ് വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. പെസ്സിലല്ല ചങ്ങായി, സാന്റോസിന് വേണ്ടിട്ട് ഇന്നലെ ഹാട്രിക് അടിച്ച്. ഈ ഇഞ്ചുറി ഉള്ള കാലം വെച്ചിട്ടാ. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാ പിന്നെ അതിന്റെ മുന്നത്തെ കളി ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് നേരെ പോയി കളിച്ചിട്ട് ടീമിനെ റിലിഗേഷൻ സോണെന്ന് രക്ഷിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരെ വിശ്വസിക്കൂലല്ലോ. എടാ മോനെ നെയ്മർ ജൂനിയർ, എടാ മനുഷ്യൻ നിന്റെ ഇഞ്ചുറി മാറാനുള്ള പള്ളി തെച്ച് മെയ്ത്തിരിയും കത്തിച്ച് വെക്കുമ്പോ നീ ഇവിടുന്ന് ഹാട്രിക് അടിച്ച് കളിക്കുന്ന പിള്ളേരെല്ലാം പറയുന്നത് പോലെ സുൽത്താനായി പോയില്ലേ ഏത്? പിള്ളേർ വേറെയും പറയുന്നത് ഞാൻ കേട്ടിന്. നിന്റെ ഒരു കാല് തല്ലി ഒടിച്ചിട്ട് നിന്നെ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് മാച്ചിൽ ഇറക്കിയാലും നീ ആയിരിക്കും അതിലെ ബെസ്റ്റ് പ്ലെയർ എന്ന്. അതിന് നിങ്ങൾ രണ്ടാള് വേറെ ഉണ്ടല്ലോ. എന്തായാലും നീ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്ക്. ഈ ഇഞ്ചുറി വെച്ചിട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടാ. കുറെ നാൾ ഇഞ്ചുറി അന്നെ തോപ്പിച്ചില്ലേ ബൈ, ഇനൊന്ന് തിരിച്ചു തോപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്നോട് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളയാന്ന്, ആ ഇന്റർ മിയാമി ടീമിൽ നീ എപ്പം വന്നാലും ആടെ നിനക്കൊരു പ്ലേസ് ഉണ്ടാവും. ഞാൻ ആദ്യം ബെക്കാമിനോട് പറഞ്ഞു വെച്ചാണ്. ചീരീന്റെ അർത്ഥനൊക്കെ മനസ്സിലായി. അടുത്ത കൊല്ലാന്ന്. വേഗം അതും എടുത്തിട്ട് വാ കേട്ടോ അങ്ങോട്ടേക്ക്. പിന്നെ നീ പറഞ്ഞിട്ടില്ലേ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഇവിടെ ഞാനും ക്രിസ്ത്യാനോ ഉണ്ട് എന്ന്. ഞാൻ ചിലപ്പോൾ ആലോചിക്കലുണ്ട്, ഈ ഇഞ്ചുറി ഒന്നും ഇല്ലെങ്കിൽ നീ ചിലപ്പോൾ നമ്മളെ മുകളിലുണ്ടാവുമെന്ന്. ശരി എന്നാല്. പിന്നില്ലേ എന്നാ ഫോളോ ചെയ്താൽ നന്ദിയുണ്ടേ.